ഹായ് ഹലോ എല്ലാവർക്കും സൈക്കോസ് വിഷന്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കിയല്ലോ. കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് വാവിച്ചതാ പുട്ടിന് നനച്ചൊക്കെ വെച്ചു. അങ്ങനെ പുട്ട വെച്ച് തുടങ്ങി. എന്താണ് അരിപ്പുട്ട് അല്ലേ വാവച്ചി? മിനിക്കുട്ടിക്ക് അരിപ്പുട്ട് ഇഷ്ടമാണോ? അപ്പൊ ഈ കൂട്ടത്തില് നമ്മളിതാ ഇവിടെ ചായ ഇടാൻ വെച്ചിട്ടുണ്ട്. അമ്മ പാല് കൊടുത്ത് വിട്ടായിരുന്നു, അവിടെ നിന്ന് പാല് കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ പാല് ഇരിക്കുന്നത്. അപ്പൊ നമ്മള് ചായ ഇടാനും കൂടെ ഉള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ നമ്മളെ ചായ റെഡി ആയിട്ടുണ്ട്. പല്ലേക്കാ പോട്ടെ, കുളിക്കണ്ടേ? അതാണ് നമ്മളെ യൂണിഫോം ഇതുവരെ കാണിച്ചില്ല. മീനൂട്ടി ഇടുന്ന യൂണിഫോം അല്ലേ, പുതിയ യൂണിഫോം. അപ്പൊ ശരി, ഓടി നോക്കിക്കൊണ്ടിരിക്കാതെ ഓടി കാത്താരി. മീനുക്കുട്ടി, യെസ്, ദാണ്ട് ഇതാണ് മീനുക്കുട്ടിയുടെ പുതിയ യൂണിഫോം അല്ലേ. വെള്ളിയാഴ്ച മാത്രം ഇടുന്നതാണോ മീനുട്ടി ഇത് അല്ലേ? മീനുട്ടി ബാഗ് തിരിഞ്ഞാണ്. മീനുട്ടിയുടെ സ്കൂളിന്റെ പേരൊക്കെ എഴുതിട്ടുണ്ട്. SHUPS സ്കൂൾ ചുള്ളിമാനൂർ. എനിക്ക് വയ്യ. അപ്പൊ ഇനിയിപ്പോ കഴിക്കാം. എന്തൊക്കെയാണ് കഴിക്കാനുള്ള? പുട്ടും പപ്പടോ? പുട്ടും പഴവും? റോസ്റ്റ് പഴമുണ്ട്, പച്ചപ്പഴം. നിനക്ക് ഇഷ്ടപ്പെട്ട പഴമല്ലേ? വേണ്ട വേണ്ട വേണ്ട, കൊടി കള്ളി. അങ്ങനെ ഞാൻ പുട്ട് കഴിച്ച്, മീൻ പൊട്ടിയത് അവിടെ പുട്ട് കഴിച്ചോണ്ട്, പുട്ടും പഴവും അല്ലേ. ഞാനും കഴിച്ചു കഴിഞ്ഞു. ചായയും കുടിക്കും. ഓക്കെ, സ്കൂളിൽ പോകാൻ വേണ്ടി മീനുകുട്ടീനെ അങ്ങനെ വാവച്ച് ഒരുക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ വീട്ടിലുള്ള കുട്ടികളുടെ ഒരു കുഴപ്പം എന്തിനാണ് വാവച്ചി? ഇതേപോലെ തന്നെ ആയിരിക്കും അല്ലേ എല്ലായിടത്തും? സ്ലൈഡ് കാണത്തില്ല, വള കാണത്തില്ല, ഒന്നും കാണത്തില്ല. തിരക്കി നടക്കുന്നതായി ഇപ്പൊ കണ്ടോ, നോക്കി ഇടയ്ക്ക്. ഇനി അതായത് ഇപ്പൊ പുതിയ സ്ലൈഡ് നമ്മളിപ്പോ പാലോട് മേളയിൽ പോയപ്പോ വാങ്ങിച്ചതുണ്ട്. അപ്പൊ അത് ഇനിയിപ്പോ വയ്ക്കാനാണോ തയ്യാറെടുപ്പ്? അതാണ് വയ്ക്കാൻ പോണത്. അപ്പൊ ശരി, ഓക്കെ. ഇപ്പൊ എല്ലാം വച്ച് റെഡിയൊക്കെ ആയിട്ട് കാണിക്കാം അല്ലേ. അങ്ങനെ മീനുട്ടി റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. മീനുട്ടി ഇത് എന്ത്? അപ്പൊ പോവാ, പഠിക്കാൻ പോവാ. ശരി, ഓക്കെ, ഇറങ്ങിക്കോ. ഇറങ്ങടി. ടാറ്റ. എവിടെ? ഇങ്ങോട്ട് വണ്ടി മേലാണ് കിടക്കുന്നത്. പാവച്ചി ഇറങ്ങണേ. കൂട്ടുകാരെ, അങ്ങനെ ഞാൻ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ എത്തിയപ്പോഴത്തേക്കാണ് അടുത്ത് നമ്മൾ വീഡിയോ എടുക്കാൻ പോയത്. വന്നപ്പോഴത്തേക്ക് ആശാത്തി നമ്മുടെ ഒരു ചെറിയൊരു യാത്ര ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുളിച്ചിട്ടൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്കിതാ ചോറ് എടുത്ത്, ഇന്ന് കറിയൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ചമ്മന്തി, ബീറ്റ്റൂട്ട് തോരൻ, പിന്നെ പപ്പടം. ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ആഹാരം. അതുകൊണ്ട് ഇന്ന് വേറെ സെറ്റപ്പുകളൊന്നും ഇല്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ റെഡി ആയിട്ട് വേണം ഞാനും കൂടെ കഴിക്കണം. അവൾ വാവച്ച് കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനും കൂടെ കഴിച്ചിട്ട് വേണം. നമുക്ക് കുഞ്ഞു യാത്രയുണ്ട്. അങ്ങനെ കൂട്ടുകാരെ, ഞാൻ പറഞ്ഞല്ലോ ഒരു കുഞ്ഞു യാത്ര. നമ്മുടെ അക്ഷയയിൽ പോകുന്നതാണ്. അപ്പം നേരെ നമ്മുടെ ഒരു അക്ഷയയിൽ പോകാൻ വേണ്ടി നമ്മൾ അങ്ങനെ നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയാലേ. ഗിഫ്റ്റ് അല്ല, നമ്മളൊക്കെ എന്തൊരു ഗിഫ്റ്റ് വാങ്ങിക്കണത്. എന്തരടേ ഇത്, ഒന്ന് കാണിയിരടേ, ഇങ്ങനെ ചിരിയടേ. അങ്ങനെ നമ്മുടെ ആനാട് വില്ലേജ് ഓഫീസ് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് വില്ലേജ് ഓഫീസ്, അതെ, പുത്തമ്പാലത്താണ് നമ്മുടെ ഈ വില്ലേജ് ഓഫീസ്. നമ്മൾ നേരെ വില്ലേജ് ഓഫീസിൽ വന്നു. നമ്മുടെ ഒരു വാർഷിക വരുമാനത്തിൻ്റെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണമായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞാൽ നേരെ കുഴപ്പമില്ല, ഇവിടെ നേരെ അക്ഷയയിൽ ചെയ്താൽ മതി, നമ്മൾ നേരിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിപ്പോഴും അക്ഷയയിലെത്തി കേട്ടോ. അക്ഷയയിൽ ഒന്ന് അപ്ലൈ ഒക്കെ ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട്
നമ്മളിതാ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു റെസിപ്റ്റ് കിട്ടണം. അങ്ങനെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ മീനൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കർഷകർ നടക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ സ്കൂളിൽ നിന്ന് വരുന്ന അതേ വഴിയാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വന്നതിന് ശേഷം നമ്മളിവിടെ നിന്ന് നേരെ പുറത്തിറങ്ങി. അതിനുശേഷം നമ്മുടെ തൊട്ടടുത്ത ഒരു ബ്രെഡ് ആൻഡ് ബ്രെഡ് ഒരു കടയുണ്ട് കേട്ടോ. അവിടെ നമ്മളിവിടെ തൊട്ടടുത്തുള്ളൊരു ബേക്കറിയാണ്, ബ്രെഡ് ആൻഡ് ബട്ടർ. നേരെ ഞങ്ങൾ അവിടെ കയറി. അപ്പോൾ അവിടെ കയറിയപ്പോഴത്തേക്ക് ഇതാണ് കട കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ കടയിൽ കയറി. അപ്പോൾ കടയിൽ കയറിയിട്ട് ഞാൻ ചെന്ന ഉടനെ ഇന്ന് വാലൻറ്റൈൻസ് ഡേ അല്ലേ, അതുകൊണ്ട് എൻ്റെ വൈഫ് കുട്ടിക്കും വേണം ഒരു ഷാർജ, എൻ്റെ മീനുകുട്ടിക്ക് ഒരു മൂഡ് ഓഫ് മാറാൻ വേണ്ടി ഒരു ഷാർജ. അങ്ങനെ ഇവർ 2 പേർക്കും ഓരോ ഷാർജ ഞാനും ഓർഡർ ചെയ്തു. അപ്പോൾ എനിക്ക് ഷാർജ അപ്പോഴും കഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനൊരു ചായക്കാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ ഒരു ചായയും ഒരു മുട്ട ബജിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർക്ക് മറ്റേ ഒരു ഷാർജ പറഞ്ഞു, അത് ഷാർജ വന്നു. ഷാർജ അവർ കുടിച്ച് തുടങ്ങി കേട്ടോ. എന്താണ് ഷാർജ അടിപൊളിയായിരുന്നു. എൻ്റെ കുട്ടി ചീക്കുന്ന കണ്ടോ? നമ്മുടെ കടയിൽ നിന്ന് ഇറങ്ങി നേരെ ഞാൻ വീട്ടിൽ അവരെ കൊണ്ടാക്കി. ഓക്കെ, അങ്ങനെ വീട്ടിൽ എനിക്ക് ടാറ്റയും പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാരി ഇതാ പൊന്നോ ബസ്. എവിടെ ബസ്? ഓക്കെ പോട്ടാ, പിന്നെ വന്നിട്ട് കാണാം, ഇത്തിരി കഴിഞ്ഞിട്ട് വരെ. അങ്ങനെ ഞാൻ നേരെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ ഇത്? ഞാൻ മാറ്റോണ്ട് കൊടുത്ത സാധനം മൊത്തം ഇതാ ഇവിടെ വലിച്ചു വെച്ചൊക്കെ ഇട്ടേക്കുന്നു. ഊത്. അതാ കണ്ണിലെന്നാ കൊള്ളല്ലേ. അതാണ് ഇവിടത്തെ സംഭവങ്ങൾ. ഇതാ ഇവിടെ ഇന്ന് വൈകുന്നേരം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് നമ്മൾ ഈ കാണുന്നത്. പെണ്ണ് തിരിച്ചൂതണ്ട് വലിച്ചു ഊതെന്നൊക്കെ പറയണത് തരാം. അത് അല്ലേ മതിയാക്കിയാ, അത് നമുക്ക് ചോറ് കഴിക്കാം. ഓക്കെ, അപ്പൊ പോവാം. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് രാത്രിയത്തേക്ക് നമുക്ക് കറിയായിട്ട് ഉണക്കമീൻ കറിയാണ് കേട്ടോ. നമ്മുടെ കരുവാട് എന്നൊക്കെ പറയുമല്ലോ, അപ്പോൾ അത് നമ്മൾ വാളക്കരുവാടാണ് കിട്ടിയത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 ചക്കക്കുരു ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മീൻ കിട്ടിയില്ല, അപ്പോൾ പിന്നെ വിചാരിച്ചു കരുവാട് കറി ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ അരപ്പൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കരുവാട് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എല്ലാമൊക്കെ ഇട്ട്. അപ്പോൾ ഇതാ നമ്മളെ കരുവാടൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി കൂടി അതൊന്ന് പറ്റിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാമേ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് രാവിലത്തേൽ കുറച്ച് പുട്ട് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീനുകുട്ടി പറഞ്ഞ് മീനുകുട്ടിക്ക് ചോറ് വേണ്ട, ഈ പുട്ടൊന്ന് ശരിയാക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞേ. അതുകൊണ്ട് നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ച് കടുവൊക്കെ താളിച്ച് സവാളയും പിന്നെ ഒരു ചെറിയ ക്യാരറ്റും ഉണ്ട്, അതും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പുട്ട് പൊടിച്ച് അതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ കരുവാട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ തീ ഓഫ് ചെയ്തിടണേ. അതിലേക്ക് നമ്മളിതാ ഒരു മുട്ട പൊട്ടിച്ച് വീട്ടി കൊടുത്തിട്ടുണ്ടേ. അപ്പം അതിലൂടെ നമ്മളിതാ പുട്ടും കൂടെ നമ്മൾ പൊടിച്ചൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അങ്ങനെ ക്യാരറ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് പുട്ടല്ല, നമ്മൾ ക്യാരറ്റ് മിക്സ് ചെയ്തിട്ട് എടുത്ത പുട്ട്. ക്യാരറ്റ് പുട്ട് ഞാനല്ല, ഇതിപ്പോൾ നമ്മൾ ക്യാരറ്റ് മുട്ടയും പുട്ടുപൊടിയും കൂടെ ചേർത്ത് പുട്ടും കൂടെ പൊടിച്ചെടുത്തിട്ട് നമ്മൾ ക്യാരറ്റ് പുട്ടുപ്പൂവാവല്ലേ പുട്ട്. നമ്മൾ എന്തെങ്കിലും ഒരു പേര് നിങ്ങൾ തന്നെ ഇടി, എൻ്റെ കൊച്ചിനടുത്ത് ഉണ്ടാക്കിയാണ് എന്താണെങ്കിൽ. അങ്ങനെ നമ്മളെ ഇന്നത്തെ രാത്രിയുള്ള ആഹാരം എന്താ, വാളക്കരുവാട് കറിയും ബീട്രൂട്ട് തോരനും ചോറും. മീനൂട്ടിയാണെങ്കിൽ ക്യാരറ്റ്, മുട്ട, പുട്ട്, പപ്പടം എല്ലാം കൂടെ മിക്സ് ചെയ്ത് മീനൂട്ടി കുട്ടിയും കഴിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ സന്ധിക്കും വരെ വണക്കം. ടാറ്റാ, ബൈ ബൈ. മീനൂട്ടി ടാറ്റ പറ.